വെൽക്കം ടു സി ഫാക്ടർ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ പറ്റിയാണ്. മനുഷ്യനുണ്ടായ കാലം മുതൽ തന്നെ മനുഷ്യൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മളെ ആരാണ് ഉണ്ടാക്കിയത്? ഈ പ്രപഞ്ചത്തെ ആരാണ് ഉണ്ടാക്കിയത്? ഈ ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ എങ്ങനെയാണ് ഉണ്ടായത്? ഇതെല്ലാം അറിയാനുള്ള അവൻ്റെ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം ഒരു പക്ഷേ പല മതഗ്രന്ഥങ്ങളിലും പല സ്ക്രിപ്റ്റേഴ്സിലും നമ്മൾ പ്രപഞ്ചോൽപത്തിയെ പറ്റിയുള്ള പല ഐഡിയകളും വായിക്കാൻ നമുക്ക് സാധിക്കുന്നത്. എന്നാൽ സയൻസ് പ്രപഞ്ചോൽപത്തിയെ പറ്റി എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ഇന്ന് നോക്കാം. പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറച്ച് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബ്രഷപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിൽ ആദ്യത്തേതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ E=mc² എന്നുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ പറയുന്നത് എനർജി മാസിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ്. അതായത് ഒരു കനമുള്ള ഒരു വസ്തു, ഒരു മാറ്റർ, അതിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടാക്കാൻ സാധിക്കും. അതിലൊരു അതിശയോക്തിയുമില്ല. നമ്മളൊരു വിറകെടുത്ത് കത്തിക്കുകയാണെങ്കിൽ അത് കത്തുമ്പോൾ എനർജി ഉണ്ടാവുന്നു. എന്നാൽ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ 1+1 = 2 എന്നുള്ളൊരു ഇക്വേഷനെ നമുക്ക് തിരിച്ച് 2 = 1+1 എന്നും പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതും എനർജി മാസിൽ കത്തിച്ചാൽ, അതായത് ഒരു മെറ്റീരിയൽ കത്തിച്ചാൽ എനർജി ഉണ്ടാകുന്നു എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുമെങ്കിൽ തിരിച്ചും ശരിയായിരിക്കണം. എനർജിയിൽ നിന്നും മാസ് ഉണ്ടാക്കാനും സാധിക്കണം. അങ്ങനെയാണല്ലോ ഒരു ഇക്വേഷൻ വർക്കാവേണ്ടത്. മാസിൽ നിന്നും നമുക്ക് എനർജി ഉണ്ടാക്കാൻ സാധിക്കും, അതുപോലെ തന്നെ എനർജിയിൽ നിന്നും മാസ് ഉണ്ടാക്കാൻ സാധിക്കും, അഥവാ മാറ്റർ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി മാറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്നത് മാറ്റർ കൊണ്ടിട്ടാണ്. ഇനി മാറ്റർ എന്താണെന്നുള്ളതിന് ഒരു ഉദാഹരണ സഹിതം നമുക്ക് നോക്കാം. നമ്മളൊരു കഷ്ണം വിറകെടുക്കുകയാണെങ്കിൽ ആ വിറകിലേക്ക് നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണ്. സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാം അത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വെച്ചിട്ടാണ് ഈ വിറക് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ആറ്റങ്ങളുടെ ഒരു കോമ്പൗണ്ടാണ് ഈ വിറക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആറ്റങ്ങൾ കാണാൻ സാധിക്കും. ഈ ആറ്റം എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ പിന്നീട് വിഘടിപ്പിക്കാനാവാത്ത അവസ്ഥ എന്നർത്ഥം വരുന്ന ഒരു പദമാണ് ആറ്റം. അതായത് ഇനി അതിനെ വിഘടിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ എന്നാൽ അങ്ങനെയല്ല എന്ന് നമ്മൾ പിന്നീട് പരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കി. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒരു പിക്ചറാണിത്. ഇങ്ങനെയാണ്. നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്, അവിടെ ഒരു പ്രോട്ടോൺ ഉണ്ട്, ചുറ്റിനും ഒരു ഇലക്ട്രോൺ കിടന്ന് കറങ്ങുന്നുണ്ട്. പക്ഷേ ഇൻ റിയൽ ലൈഫ് നമ്മളൊരു തെർമൽ മൈക്രോസ്കോപ്പൊക്കെ വെച്ച് ഉപയോഗിച്ച് എടുത്തിട്ടുള്ള ഒരു പിക്ചറാണിത്. ഇതിൽ നടുക്ക് പ്രോട്ടോൺ ഉണ്ട്. ഒരു പ്രോട്ടോണാണ് ഹൈഡ്രജൻ ആറ്റത്തിനുള്ളത്. ചുറ്റിനും ഒരു ഇലക്ട്രോണേ ഉള്ളൂ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആളെ പല സ്ഥലത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഒരേ സമയത്തിൽ. നമ്മൾ കുമ്പിടിയാന്നൊക്കെ പറയില്ലേ, അറ്റ് എ ടൈം പല പല ഇടങ്ങളിൽ പലരും ഒരേ സമയത്ത് പല ഇടങ്ങളിൽ കണ്ടിട്ടുള്ള ഒരാളാണ് ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് മാറ്റർ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റംസ് കൊണ്ടിട്ടാണ്. ഇനി ഈ ആറ്റം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ഒന്ന് മാറ്റർ പാർട്ടിക്കിൾ, മറ്റൊന്ന് ഫോഴ്സ് പാർട്ടിക്കിൾ. ഈ മാറ്റർ പാർട്ടിക്കിളാണ് അതിന് മാസ് കൊടുക്കുന്നത്, അതിന് ഒരു ഡെൻസിറ്റി അല്ലെങ്കിൽ ഒരു ഭാരം കൊടുക്കുന്നത്. ഫോഴ്സ് പാർട്ടിക്കിൾ ഈ മാറ്റർ പാർട്ടിക്കിളിനെ ജോയിൻ ചെയ്ത് നിർത്താൻ സഹായിക്കുന്ന ഒരു ഗ്ലൂ പോലെയാണ് ഈ ഫോഴ്സ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. മാറ്റർ പാർട്ടിക്കിൾ ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ ഇലക്ട്രോൺ ഇല്ലേ, ഒരേ സമയത്ത് പല 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 സ്ഥലത്ത് ഒരേപോലെ കാണുന്ന ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു മാറ്റർ പാർട്ടിക്കിളാണ്. അതിനെ ലെപ്റ്റോൺ എന്ന് വിളിക്കും. ഇനി വേറൊരു രീതിയിലുള്ള മാറ്റർ പാർട്ടിക്കിളാണ് കോർക്ക്. കോർക്ക് എന്ന് പറയുന്നത് നമ്മൾ പ്രോട്ടോണിനെ എടുത്ത് പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കോർക്കുകളാണുള്ളത്. അതിനെ പല രീതിയിലുള്ള പേര് വെച്ച് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പ് കോർക്ക്, ഡൗൺ കോർക്ക്, സ്ട്രെയിഞ്ച് കോർക്ക്, ചാം കോർക്ക്, അങ്ങനെ വളരെ ക്രേസി ആയിട്ടുള്ള രീതിയിലാണ് കോർക്കുകൾക്ക് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കോർക്കുകളെ അടുക്കി വെച്ചിട്ടാണ് നമ്മൾ പ്രോട്ടോണിനെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് പ്രോട്ടോണിനെ അടുപ്പിച്ച് നമുക്ക് വെക്കാൻ സാധിക്കില്ല, കാരണം രണ്ടിനും പോസിറ്റീവ് ചാർജാണുള്ളത്. സോ ഇങ്ങനെ പോസിറ്റീവ് ചാർജുകൾ രണ്ട് സാധനങ്ങളെ അടുപ്പിച്ച് വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവർ തമ്മിൽ ചേർത്ത് നിർത്താൻ വേണ്ടി നടുക്കൊരു ന്യൂട്രോണിനെ വെക്കും. അപ്പോൾ അടുത്ത ഹീലിയം ആറ്റം മുതൽ രണ്ട് പ്രോട്ടോൺ വരുന്ന ന്യൂക്ലിയസ് ഉള്ള ആറ്റംസ് മുതൽ നമുക്ക് ന്യൂക്ലിയസിൽ ന്യൂട്രോണിനെയും കാണാൻ സാധിക്കും. ഈ ന്യൂട്രോണിനെയും ഉണ്ടാക്കിയിരിക്കുന്നത് കോർക്കുകൾ കൊണ്ടാണ്. അടുത്തതാണ് ഫോഴ്സ് പാർട്ടിക്കിൾ. ഫോഴ്സ് പാർട്ടിക്കിളിനെ നമ്മൾ ബോസോൺസ് എന്നാണ് വിളിക്കുന്നത്. ഈ ബോസോൺ എന്ന് വിളിക്കാൻ ഒരു കാര്യമുണ്ട്. സത്യേന്ദ്രനാഥ് ബോസ് എന്ന ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പാർട്ടിക്കിൾ ഫിസിക്സിന് വേണ്ടിയിട്ട് ഒത്തിരി കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. ആൽബർട്ട് ഐൻസ്റ്റീനുമായിട്ടൊക്കെ വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സത്യേന്ദ്രനാഥ് ബോസ് എന്ന് പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഫോഴ്സ് പാർട്ടിക്കിളിനെ ബോസോൺ എന്ന് വിളിക്കുന്നത്. ഫോഴ്സ് പാർട്ടിക്കിൾ ബേസിക്കലി അവരുടെ പാക്കറ്റ്സ് ഓഫ് എനർജിയാണ്. ഇതിന് എക്സാമ്പിളാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. ഫോട്ടോണിനെ നമ്മൾക്ക് വെളിച്ചമായിട്ടാണ് കൂടുതലും അറിയുന്നത്, അല്ലേ? നമ്മളുടെ ലൈറ്റിൽ
ഉള്ള എനർജി എന്ന് പറയുന്നത് ഫോട്ടോൺ ആണെന്ന് നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട്. ഈ ഫോട്ടോൺ വന്ന് ക്യാമറയിൽ പതിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുന്നത്. ഫോട്ടോൺ വന്ന് ഇലകളിലുള്ള ക്ലോറോഫില്ലിൽ പോയിട്ട് പതിച്ചിട്ടാണ് അവിടെ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റ് ഓഫ് എനർജിയാണ് ഫോട്ടോൺ എന്നുള്ളതിന് ഒരു തർക്കമില്ല. ഈ ഫോട്ടോണിനെ അതിന് എത്രത്തോളം എനർജി ഉണ്ട് എന്നുള്ളതനുസരിച്ച് അത് ഏത് സ്പെക്ട്രം, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ എവിടെ വേണമെങ്കിലും അതിനെ കാണാൻ സാധിക്കും. ഏറ്റവും എനർജി കുറഞ്ഞ ഒരു ഫോട്ടോൺ ആണെങ്കിൽ അത് മൈക്രോവേവ് എന്ന് പറയുന്ന സ്പെക്ട്രത്തിലാണ് ഉണ്ടാവുക. കുറച്ചുകൂടെ എനർജി ഉണ്ടെങ്കിൽ അത് ഇൻഫ്രാറെഡ് ആയി, പിന്നെ വിസിബിൾ ലൈറ്റ് ആയി, പിന്നെ അൾട്രാ വയലറ്റ് ആയി, പിന്നെ ഗാമ റൈസ്, എക്സ് റൈസ് ഒക്കെ ആയി. അപ്പം അങ്ങനെ അത്രയും എനർജിയുള്ള ഫോട്ടോൺ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പതിച്ചാൽ നമുക്ക് പൊള്ളലേൽക്കും. അൾട്രാ വയലറ്റ് രശ്മികൾ കൊണ്ടിട്ടാണ് നമുക്ക് സൂര്യതാപം ഏൽക്കുന്നത്. അപ്പോൾ ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പാക്കറ്റ് ഓഫ് എനർജിയാണ്, അതൊരു ഫോഴ്സ് പാർട്ടിക്കിളാണ്. ഇനി അടുത്ത ഒരു ഫോഴ്സ് പാർട്ടിക്കിളിനെ പറ്റി, ബോസോണിനെ പരിചയപ്പെടാം. അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് കൊടുക്കുന്ന ഫോഴ്സ് പാർട്ടിക്കിളാണ്. അതിൻ്റെ പേരാണ് ഗ്ലൂവോൺ. ഒരു ഗ്ലൂ പോലെയാണത്. അതായത് ഞാൻ പറഞ്ഞു ഈ മാറ്റർ പാർട്ടിക്കിളായ കോർക്സിനെ അടുക്കി വെച്ചിട്ടാണ് നമ്മൾ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കോർക്കുകളെ അടുക്കി വെക്കാൻ, അവരെ ഒട്ടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഫോഴ്സ് പാർട്ടിക്കിളാണ് ഗ്ലൂവോൺ. ഒരു അപ് കോർക്ക് ഓക്കെ, ഗ്ലൂ ഒട്ടിച്ചു വെച്ചു. പിന്നെ ഒരു ഡൗൺ കോർക്ക്, അതിനെ ഗ്ലൂവോൺ വെച്ചിട്ടാണ് ഇവരെ പ്രോട്ടോൺ ആക്കുന്നത്. ഇതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ബോസോൺസ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ബോസോൺസ് ആണുള്ളത്. ഒന്ന് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് നൽകുന്ന ഗ്ലൂവോൺ എന്ന് പറയുന്ന ബോസോണും, രണ്ടാമത്തത് ഫോട്ടോൺ അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ കാണുന്ന ഫോട്ടോൺ എന്നുള്ള ബോസോണും. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നടന്നിട്ടുള്ളത് 1910-20 കാലഘട്ടങ്ങളിലാണ്. ഇപ്പോഴാണ് പല ശാസ്ത്രജ്ഞന്മാർ, നമ്മുടെ ഹബിൾ ഉൾപ്പെടെയുള്ള ശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെയൊരു കണ്ടുപിടുത്തത്തിൽ എത്തിയത്. എന്താണെന്ന് വെച്ചാൽ പല ഗാലക്സികളും നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മുടെ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു റോസപ്പൂ സങ്കല്പിക്കുക. ആ പൂ ഉണ്ടാവുന്നത് ചെറിയൊരു മൊട്ടിൽ നിന്നാണ്. ആ മൊട്ടിൽ നിന്ന് ഇതളുകൾ വികസിച്ച്, വികസിക്കും തോറും ഇതളുകൾ വളരുകയും അത് തമ്മിലുള്ള അകലം കൂടുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് യൂണിവേഴ്സിൻ്റെ ഇതളുകൾ, അതായത് ഗാലക്സികൾ തമ്മിലുള്ള അകലം കൂടുകയാണ്, അവർ ദൂരെ മാറിപ്പോവുകയാണ് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? അവർ വികസിക്കുകയാണ്. അഥവാ യൂണിവേഴ്സ്, പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചം ഒരു കാലത്ത്, ഒരു സമയത്ത് ഒരു ചെറിയ പോയിന്റിൽ നിന്നാണ് തുടങ്ങിയത്. ഒരു പൂമൊട്ടിൽ നിന്ന് തുടങ്ങിയതുപോലെ ചെറിയൊരു പോയിന്റിൽ നിന്നാണ് തുടങ്ങിയത് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ചെറിയൊരു പോയിന്റിൽ നിന്നാണ് യൂണിവേഴ്സിൻ്റെ തുടക്കം, പ്രപഞ്ചത്തിൻ്റെ തുടക്കം. ഈ ഒരു സമയം എന്നുള്ളൊരു സംഭവമില്ല. കാരണം നമ്മൾ ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നമ്മളെല്ലാവരും അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് എന്താണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ പുറത്ത് എന്നുള്ളൊരു അവസ്ഥയില്ല. കാര്യം സ്പേസും ടൈമും മാറ്ററും എല്ലാം വളരെയധികം സാന്ദ്രതയേറിയ ഈ ഒരു സിംഗിൾ പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യന് ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ആ ഒരു അവസ്ഥ എത്രയൊക്കെ ആലോചിച്ച് നോക്കിയാലും കിട്ടില്ല. ആ ഒരു അവസ്ഥ എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് ഗ്രഹിക്കാനായിട്ടുള്ള, അത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ടുള്ള തരത്തിലുള്ള ബുദ്ധിയിലല്ല നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പ്രപഞ്ചമുണ്ടായി 10⁻⁻43 സെക്കൻഡുകൾക്ക് ശേഷം പ്രായം, അത്രയും സമയത്തിന് ശേഷമുള്ള പ്രപഞ്ചത്തെ പറ്റിയുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ. അതിനു മുന്നേ പ്രപഞ്ചം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയില്ല. എന്തിൽ നിന്ന് വന്നു എന്നും സയൻസിന് അറിയില്ല. ഈ 10⁻⁻43 സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൻ്റെ വളരെ ചെറിയൊരു അംശമാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഫിസിക്സിലെ ഏറ്റവും സ്മോളസ്റ്റ് മീനിങ് ടൈം എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മാക്സ് പ്ലാങ്ക് എന്ന ശാസ്ത്രജ്ഞനെ ആദരസൂചകമായിട്ട്, അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റാണിത്. അദ്ദേഹത്തിൻ്റെ ഓടുള്ള ആദരസൂചകമായിട്ട് ഇതിനെ പ്ലാങ്ക് ടൈം എന്നാണ് പറയുന്നത്. 10⁻⁻43 സെക്കൻഡ് അഥവാ പ്ലാങ്ക് ടൈമിൽ എന്തായിരുന്നു പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്ന് നോക്കാം. പ്ലാങ്ക് ടൈമിൽ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം സാന്ദ്രതയേറിയതും വളരെയധികം എനർജി നിറഞ്ഞതുമായിട്ടുള്ള, അതായത് വളരെ ഡെൻസ് ആൻഡ് ഹോട്ട് ആയിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു അന്ന് പ്രപഞ്ചമുള്ളത്. ഫിസിക്സിൻ്റെ ഒരു തരത്തിലുള്ള നിയമങ്ങളും പ്ലാങ്ക് ടൈമിൽ പ്രപഞ്ചം പാലിക്കുന്നില്ല എന്നുള്ളതാണ് പ്ലാങ്ക് ടൈമിൻ്റെ മറ്റൊരു പ്രത്യേകത. ഗ്രാവിറ്റി ഇല്ല, ക്വാണ്ടം തിയറി ഒന്നും അവിടെ വർക്കാവില്ല, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇല്ല, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഇല്ല, ഒന്നും തന്നെ അവിടെ ഫിസിക്സ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു അവസ്ഥയാണ് ഈ പ്ലാങ്ക് ടൈമിലെ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വളരെയധികം ഹൈ ടെമ്പറേച്ചറിലാണ് ഇപ്പോൾ പ്രപഞ്ചമുള്ളത്. ഇതിന് ശേഷം എന്താണ് സംഭവിച്ചത്? പ്ലാങ്ക് ടൈമിന് ശേഷം പ്രപഞ്ചം പതുക്കെ
എക്സ്പാൻഡ് ആവുകയും എക്സ്പാൻഡ് ആവും തോറും കൂൾ ആവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു മാറ്റർ എന്ന് പറയുന്നത്, അതായത് പ്രപഞ്ചം എന്ന് പറയുന്നത് സ്പേസും ടൈമും എല്ലാം കൂടെ എക്സ്പാൻഡ് ആവുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ കുറച്ചുകൂടെ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പാൻഡ് ആവും തോറും പ്രപഞ്ചം കൂളായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കൂളാവുക എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഫ്രിഡ്ജിന്റെ തണുപ്പൊന്നുമല്ല. എക്സ്ട്രീംലി ഹൈ ആയിട്ടുള്ള 10⁻32 ഡിഗ്രി കെൽവിനിൽ നിന്നും അതിനേക്കാളും ചെറിയ ഒരു ടെമ്പറേച്ചർ, ഈ ഒരു ടെമ്പറേച്ചറിലേക്ക് പ്രപഞ്ചം വന്നു. ഇങ്ങനെ ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടെമ്പറേച്ചറിൽ എനർജിയിൽ നിന്നും മാറ്റർ ഉണ്ടാവാൻ തുടങ്ങി. ഫോട്ടോൺസിൽ നിന്നും ഇലക്ട്രോൺസും ക്വാർക്കുകളും ഉണ്ടാവാൻ തുടങ്ങി. എനർജിയിൽ നിന്നും എപ്പോഴും മാറ്റർ ഉണ്ടാകുന്നത് ഒരു പാർട്ടിക്കിൾ ആൻറ്റി പാർട്ടിക്കിൾ പെയർ ആയിട്ടാണ്. ഇപ്പോൾ ഫോട്ടോൺസിൽ നിന്നും ഇലക്ട്രോൺ ഉണ്ടാവുകയാണെങ്കിൽ ഇലക്ട്രോണിൻ്റെ തന്നെ ആൻറ്റി പാർട്ടിക്കിൾ എന്ന് പറയുന്ന പോസിട്രോൺ, അതായത് ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുള്ള ഒരു പാർട്ടിക്കിളാണ്. അതേപോലെ തന്നെ അതിൻ്റെ പോസിറ്റീവ് ചാർജുള്ള ഒരു ഇലക്ട്രോണിനെയാണ് നമ്മൾ പോസിട്രോൺ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു പെയർ ആയിട്ടാണ് ഉണ്ടാവുള്ളൂ പാർട്ടിക്കിൾ. ഇങ്ങനെ ഉണ്ടാവുന്ന പാർട്ടിക്കിളിന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടെ പിന്നെയും ജോയിൻ ചെയ്ത് വീണ്ടും ഫോട്ടോണായി അഥവാ എനർജിയായി വീണ്ടും മാറുകയാണ്. അപ്പം ഇതിനാണ് അൻഹൈലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എനർജിയിൽ നിന്നും പാർട്ടിക്കിൾസ് ഉണ്ടായി, പാർട്ടിക്കിൾസ് ജോയിൻ ചെയ്ത് എനർജി ഉണ്ടായി. അതുപോലെ തന്നെ കോർക്കുകൾ ഉണ്ടായി, കോർക്ക് ആൻറ്റി കോർക്ക്. ഇപ്പം അപ് കോർക്ക് ആണെങ്കിൽ അതിൻ്റെ ആൻറ്റി കോർക്ക് ഉണ്ടായി. ഇവർ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്തു, വീണ്ടും എനർജി ഉണ്ടായി. ഇങ്ങനെയാണ് അടുത്ത യൂണിവേഴ്സിൻ്റെ അടുത്ത ഒരു അവസ്ഥയിൽ സംഭവിക്കുന്നത്. അതായത് കുറച്ച് കൂൾ ഡൗൺ ആയ ഒരു സമയത്തിൽ പാർട്ടിക്കിൾസ് എനർജിയിൽ നിന്നും ഉണ്ടാവാൻ തുടങ്ങി. ഈ പാർട്ടിക്കിൾസ് പെയറായിട്ടാണ് ഉണ്ടാവുന്നത്. ആ പെയറായിട്ടുണ്ടായ പാർട്ടിക്കിൾസ് അനലൈറ്റ് ചെയ്ത് വീണ്ടും എനർജി ഉണ്ടായി. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ യൂണിവേഴ്സ് ഉള്ളത്. ഇങ്ങനെ നടന്നു വരവെയാണ് പെട്ടെന്ന് ഒരു കോസ്മിക് ഇംബാലൻസ് ഉണ്ടാവുന്നത്. 1 ബില്യൺ പോസിട്രോണിന് 1 ബില്യൺ ഇലക്ട്രോൺ പ്ലസ് ഒരു ഇലക്ട്രോണും കൂടെ ഉണ്ടാവുന്ന ഒരു ഇംബാലൻസ് അവിടെ സംഭവിച്ചു. ഇങ്ങനെ ഒരു ഇംബാലൻസ് ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ഇതിന് പല തിയറീസും പറയുന്നുണ്ട്. ടു കോംപ്ലിക്കേറ്റഡ്, നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഒരു ബുദ്ധിയിൽ ഇങ്ങനെ ചിന്തിക്കാം. ഇപ്പം നമ്മൾ ക്യാൻസർ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അബ്നോർമലായിട്ടുള്ള സെൽ ഗ്രോത്ത് കാരണമാണ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ, സെല്ല് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു റിതം നഷ്ടപ്പെടുമ്പോഴാണ് അബ്നോർമലായിട്ട് സെല്ല് മൾട്ടിപ്ലൈ ചെയ്യുകയും ആ ഒരു ഇത് ക്യാൻസറായിട്ട് വരികയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഇംബാലൻസ് ആയിരിക്കാം ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. 1 ബില്യൺ പോസിട്രോൺ ഉണ്ടായി, 1 ബില്യൺ ഇലക്ട്രോൺ ആയിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത്, പക്ഷേ ഒരു ഇലക്ട്രോൺ അധികം ഉണ്ടായി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ 1 ബില്യൺ ഇലക്ട്രോണും 1 ബില്യൺ പോസിട്രോണും തമ്മിൽ ജോയിൻ ചെയ്ത് വീണ്ടും എനർജിയായി. ഈ എനർജി എന്ന് പറയുന്നത് വലിയൊരു എക്സ്പ്ലോഷൻ ആണ് കേട്ടോ. അത്രയും ഹൈ എനർജിയാണ് ഉണ്ടാവുന്നത്. ആറ്റം ബോംബ് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ജോയിൻ ചെയ്തു, ഈ ഒരു ഇലക്ട്രോൺ ബാക്കി വന്നു. ഈ ബാക്കി വന്ന ഇലക്ട്രോൺ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അതുപോലെ തന്നെ കോർക്കുകൾക്ക് സംഭവിച്ചു. ഒരു അപ് കോർക്കിൻ്റെ 1 ബില്യൺ ഉണ്ടായി ആൻറ്റി പാർട്ടിക്കിൾ, 1 ബില്യൺ കോർക്കും അതിൽ ഒരു കോർക്ക് എക്സ്ട്രയും ഉണ്ടായി. അപ്പോൾ ഇവർ പാർട്ടിക്കിളും ആൻറ്റി പാർട്ടിക്കിളും ജോയിൻ ചെയ്തു, ഒരു കോർക്ക് ബാക്കി വന്നു. ഇങ്ങനെയുള്ള കോർക്കുകളും ഓടി നടക്കുകയാണ്, ഇലക്ട്രോൺസും ഓടി നടക്കുകയാണ്. ഇങ്ങനെ ഇവർ വളരെ അടുത്ത ആൻറ്റി പാർട്ടിക്കിളിനെ അന്വേഷിച്ച് ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അടുത്തതായി പ്രപഞ്ചമുള്ളത്. ഫോഴ്സ് പാർട്ടിക്കിൾസും മാറ്റർ പാർട്ടിക്കിൾസും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ പ്രപഞ്ചമുള്ളത്. ഈ പ്രപഞ്ചം വീണ്ടും എക്സ്പാൻഡ് ചെയ്യുകയും കൂൾ ഡൗൺ ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് പ്രപഞ്ചത്തിൻ്റെ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ, അത്രയ്ക്കും കുറയുമ്പോൾ, ഈ പാർട്ടിക്കിൾസിനെല്ലാം തന്നെ അടുത്ത് വരാനുള്ള ഒരു അവസ്ഥയുണ്ടായി. 2 അപ് ക്വാർക്ക്, 1 ഡൗൺ ക്വാർക്ക്. ഇവരെല്ലാവരും ഇങ്ങനെ അടുത്ത് വന്നപ്പോൾ അവിടെ ഗ്ലൂവോണിന് പ്രവർത്തിക്കാനായി അങ്ങനെ അവിടെ ഒരു പ്രോട്ടോൺ ഉണ്ടായി. ക്വാർക്കും 2 ഡൗൺ ക്വാർക്കും ഒരുമിച്ച് വന്നു, അവിടെ ഗ്ലൂവോൺ പ്രവർത്തിച്ചു, ഗ്ലൂ ചെയ്ത് വെച്ചു ഇവർ 3 പേരെയും കൂടെ. അങ്ങനെ ന്യൂട്രോൺ ഉണ്ടായി. അപ്പം ന്യൂട്രോൺസും പ്രോട്ടോൺസും ഇലക്ട്രോൺസും ഒക്കെ ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്ന ഒരു സമയത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കുറേ നാൾ അങ്ങനെ പോയി. അതിനുശേഷം പ്രപഞ്ചമുണ്ടായി 3,80,000 വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിച്ചു? ഇപ്പോഴാണ് ആദ്യത്തെ ആറ്റം ഉണ്ടാവുന്നത്. യൂണിവേഴ്സ് വീണ്ടും എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോട്ടോൺസും ന്യൂട്രോൺസും ഇലക്ട്രോൺസും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയിൽ നിന്നും യൂണിവേഴ്സ് എക്സ്പാൻഡ് ആവുന്ന സമയത്ത്, കൂൾ ഡൗൺ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഈ ഉണ്ടായ പ്രോട്ടോൺസിൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺസിന് വരാൻ സാധിക്കുകയും അവിടെ ഫോഴ്സ് പാർട്ടിക്കിൾ പ്രവർത്തിക്കുകയും ആദ്യത്തെ ആറ്റം ഉണ്ടാവുകയും ചെയ്തു. ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമുള്ള ആറ്റം ഏതാണ്? ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റമാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ആദ്യമായിട്ടുണ്ടായ ആറ്റം. അങ്ങനെ ആദ്യത്തെ ആറ്റം ജനിച്ചു. പ്രപഞ്ചത്തിന് 13.8 ബില്യൺ വർഷം പ്രായമുണ്ട്. പ്രപഞ്ചം ഉണ്ടായി 3,80,000 വർഷങ്ങൾക്ക് ശേഷം ആണ് ആദ്യത്തെ ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവുന്നത്. ഈ ആദ്യത്തെ ഹൈഡ്രജൻ ആറ്റം ഉണ്ടായതിന് ശേഷമാണ് ഫോട്ടോൺസിന് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നത്. അതായത് അതുവരെ പാർട്ടിക്കിൾസ് കൊണ്ട് നിറഞ്ഞൊരു ഡെൻസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളുടെ
പ്രപഞ്ചമുള്ളത്. ഉള്ള സ്പേസ് മുഴുവനും ഈ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഫോട്ടോൺസിന് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല. പോയി മുട്ടണതും തട്ടണതും ഒക്കെ പാർട്ടിക്കിൾസിലേക്കാണ്. ഈ പാർട്ടിക്കിൾസ് എല്ലാം അടുക്കി ഒരു ആറ്റംസ് ആയി മാറി കഴിഞ്ഞപ്പോഴേക്കും ഫോട്ടോൺസിന് ഫ്രീ ആയി സഞ്ചരിക്കാനുള്ള സ്പേസ് അവിടെ ഉണ്ടായി, സ്ഥലം സൗകര്യം ഉണ്ടായി. അപ്പോൾ ഈ ഫോട്ടോൺസിനെ നമ്മൾക്ക് അന്ന് പ്രപഞ്ചമുണ്ടായി 3,80,000 വർഷങ്ങൾക്ക് ശേഷം ഫ്രീ ആയി സഞ്ചരിക്കാൻ സാധിച്ച ഫോട്ടോൺസിനെ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. പ്രപഞ്ചത്തിൻ്റെ ആദ്യത്തെ പിക്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പിക്ചറാണ്. ഇതാണ് അന്ന് 3,80,000 വർഷം പ്രായമുള്ള പ്രപഞ്ചത്തിൽ നിന്നും പുറപ്പെട്ട ഫോട്ടോൺസ്. ഈ ഫോട്ടോൺസ് എന്ന് പറയുന്നത് ലൈറ്റ് അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ് വേവ് ലെങ്ത്തിലുള്ള ഫോട്ടോൺ ആയിട്ടല്ല ഇന്ന് കാണപ്പെടുന്നത്. അന്ന് നല്ല എനർജി ഉണ്ടായിരുന്ന ഫോട്ടോൺസ് ആയിരുന്നു. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത്രയധികം സഞ്ചരിച്ച് എത്തിയ ഒരു അവസ്ഥയിൽ അവരുടെ എനർജി നഷ്ടപ്പെടുകയും അവർ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഏറ്റവും വീക്കായിട്ടുള്ള മൈക്രോവേവ് സ്പെക്ട്രത്തിൽ ബാക്ക്ഗ്രൗണ്ടിലാണ് അവരിപ്പോൾ ഉള്ളത്. ഇതിനെയാണ് കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾക്ക് ഇന്നും അവരെ കാണാൻ സാധിക്കും. നമ്മൾ TV ആൻറ്റിന അല്ലെങ്കിൽ ചാനൽ മാറ്റാൻ നേരത്ത് അല്ലെങ്കിൽ ആൻറ്റിനയൊക്കെ തിരിക്കാൻ നേരത്ത് കാണുന്ന ഗ്രെയിൻസ് അതിൽ ഉള്ളത് ഈ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനാണ്. അതുപോലെ തന്നെ റേഡിയോ തിരിക്കാൻ നേരത്ത് നമ്മൾക്ക് ഒരു ചാനലിൽ നിന്ന് മറ്റൊരു ചാനലിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ കിട്ടുന്ന ആ ഒരു ഒച്ച എന്ന് പറയുന്നത് ഈ അന്ന് പുറപ്പെട്ട ഫോട്ടോൺസ് ഇന്ന് മൈക്രോവേവായി നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്ന അവരുടെ ഒച്ചയാണ്. ആദ്യത്തെ ആറ്റം ഉണ്ടായത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അത് ഹൈഡ്രജൻ ആറ്റം ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ ഒരു ആദ്യത്തെ ആറ്റത്തിൽ നിന്നും ബാക്കിയുള്ള ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനുമുള്ള മാറ്റർ എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് അടുത്തത് നോക്കാനുള്ളത്. ഇത് ഒരു വീഡിയോയിൽ ചെയ്യുകയാണെങ്കിൽ വളരെ ലെങ്തിയായി പോകും എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള നമ്മൾ ഇന്ന് കാണുന്ന നക്ഷത്രങ്ങളും പ്ലാനറ്റ്സും ഒക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്ന് അടുത്ത വീഡിയോയിൽ നോക്കാം. ഫിസിക്സ് മെയിൻ വിഷയമായിട്ട് എടുത്ത് പഠിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ആസ്ട്രോണമിയിലോ കോസ്മോളജിയിലോ ഒന്നും എനിക്ക് വളരെ ഗാഢമായിട്ടുള്ള അറിവുകളൊന്നുമില്ല. ഞാൻ ബുക്കുകൾ വായിച്ചിട്ട് നേടിയിട്ടുള്ള അറിവാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാവാവുന്ന രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നിരുന്നാലും എന്തെങ്കിലും കോൺസെപ്റ്റ്സ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.